മുസ്ലിം ലീഗ് കനൽ വഴി താണ്ടി വന്ന് കരളുകൾ ഉരുകി നിന്ന് കനിവിന്ന കേഴുന്ന മനുഷ്യർക്ക് കനൽ വഴി താണ്ടി വന്ന് കരളുകൾ ഉരുകി നിന്ന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഞങ്ങൾ ഇങ്ങനെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഏതാണ് വലിയ വലിയ സ്വീകരണങ്ങൾ ഇന്ന് നോക്കി ഏതായാലും ഇവിടെ ഒരു 2 മണിക്കൂർ അവിടെ അങ്ങ് ശ്വാസം മുട്ടിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൂത്തുപറമ്പിലെ പ്രവർത്തകന്മാർ മുഴുവൻ ഇന്ന് ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നന്നായി വിഷമിക്കേണ്ടി വന്നു. തങ്ങളും ഞങ്ങളൊക്കെ ഒന്നിവിടെ എത്തിക്കിട്ടാൻ കിലോമീറ്റർ കണക്കിനാണ് പ്രവർത്തകന്മാർ അണിനിരുന്നത്. ഇതാണ് ആവേശമെങ്കിൽ ഒരു സംശയവും വേണ്ട. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ട്രോഫി വാങ്ങി നമുക്ക് പോവാം. കേരളത്തിൽ നടക്കുന്ന വമ്പിച്ച മാറ്റങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ബാക്കിയുള്ളത് ഒക്കെ കണ്ട് അന്തപ്പെട്ട് ചെറിയ ആയുധങ്ങളും എടുത്ത് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ മുദ്രാവാക്യത്തിന്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ചെറിയ ആയുധങ്ങളും എടുത്ത് ബാലിശമായ ആയുധങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ അതൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ആ വക ചൂടിക്കയർ കൊണ്ടൊന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും UDF-നെയും പിടിച്ചു കെട്ടാൻ കഴിയുമെന്നാരും കരുതണ്ട. വിജയ വെള്ളിക്കൊടി പറപ്പിച്ച് ഞങ്ങൾ പോവും. കൂത്തുപറമ്പിൽ ഇന്ന് നിങ്ങൾ നൽകിയ ഈ സ്വീകരണം കൂത്തുപറമ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ്. അത് റെക്കോർഡപ്പെട്ട് തന്നെ കിടക്കും. മുസ്ലിം പ്രവർത്തകന്മാരുടെ ആവേശം തങ്ങൾ പറഞ്ഞതുപോലെ നന്മയ്ക്ക് വേണ്ടിയാണ്. ലോകത്ത് IS പോലുള്ള സംഘടനകൾ ഇവിടെ സ്വാധീനം ചെലുത്തരുത്. ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ ഇന്ന് കാണിക്കുന്ന അതിവിടെ സ്വാധീനം ചെലുത്തരുത്. വൻ മതിലാണ് മുസ്ലിം ലീഗ്. അതിന്റെ ഇപ്പുറത്തേക്ക് ഇമാതിരി ഒരു ശക്തിയും കാലെടുത്ത് കുത്താൻ പാടില്ല. അതിനുവേണ്ടിയുള്ള ഗ്യാരണ്ടിയാണ് ഇവിടെ മുസ്ലിം ലീഗ്. രാജ്യത്തിന്റെ വളർച്ചക്ക്, ജനങ്ങളുടെ വളർച്ചക്ക്, സൊസൈറ്റിയുടെ സമൂഹത്തിന്റെ മാറ്റത്തിന് അതിനൊക്കെ വേണ്ടിയുള്ള ഗ്യാരണ്ടിയാണ് നമ്മൾ. കഴിഞ്ഞ കാലങ്ങളിൽ തീവ്രവാദത്തെ പിടിച്ചു നിർത്താൻ പറ്റിയെങ്കിൽ ഇനിയും പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഫാസിസ്റ്റുകളെ തടുത്തു നിർത്താൻ പറ്റിയെങ്കിൽ ഇനിയും പറ്റും. അതിന് വിരിമാറ് കാണിച്ച് ഞങ്ങൾ മുന്നിലുണ്ട്. ജനാധിപത്യ ചേരിക്ക് ആ അഷുറൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നിയമത്തിനെ ബഹുമാനിക്കണം എന്നുള്ളത് കൊണ്ട് ദീർഘമായി പ്രസംഗിക്കാതെ ആയിരം നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.